ഒരുപാട് സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല ഒരു ബിസിനസ് ചെയ്യാൻ. നമ്മൾ കേട്ടിട്ടുണ്ടാകും യൂബറിനെ കുറിച്ച്, ഓലയെ കുറിച്ച്, ഇങ്ങനെയുള്ള ബിസിനസ്സുകളെ കുറിച്ച്. സ്വിഗ്ഗി, നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഈ ബത്തേരിയിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഓർഡർ ചെയ്താൽ സാധനം എത്തുന്നു. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. കാലഘട്ടം പുരോഗമിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകാനല്ല, ഇതിലെങ്ങനെയെങ്കിലും നമ്മൾ പങ്കെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കാരണം ഇത് കാലഘട്ടത്തിന്റെ പുരോഗതിയോടൊപ്പം വളരുന്ന ഒരു ബിസിനസ്സാണ്. ആ പുരോഗതിയോടൊപ്പം നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിനോടൊപ്പം നമ്മൾ നിൽക്കുകയാണ് വേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുക. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബിസിനസ് പൂർണ്ണമായും നിയമവിധേയമായിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഇതേപോലെ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന മണി ചെയിൻ കമ്പനികളുണ്ട്. ധാരാളം കോയിൻ കമ്പനികൾ നിയമത്തേക്ക് വരും. ഇങ്ങനെയാണ്, കോയിനാണ്, ഫ്യൂച്ചർ ആണ് എന്നൊക്കെ പറഞ്ഞ് അവര് പല ക്രിപ്റ്റോ ആണെന്നൊക്കെ പറഞ്ഞ് അവർ പല തട്ടിപ്പുകൾ നടത്തും. അത്തരം തട്ടിപ്പുകളിൽ പോയി പെട്ടുപോകരുത്. കാരണം ഒന്നും ചെയ്യാതെ കാശ് കിട്ടില്ല. അവര് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ധാരാളം മണി ചെയിൻ കമ്പനികളുണ്ട് ഇതുപോലെ ചെയ്യുന്ന ആളുകൾ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ മണി ചെയിൻ എന്താണെന്നും ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും ഗവൺമെന്റ് തന്നെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിൽ ഇത് സംബന്ധിച്ച ഒരു വിഷയം വന്നപ്പോൾ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ട് സെല്ലിങ്ങിനെ സംരക്ഷിക്കാൻ അതിൽ പ്രവർത്തിക്കുന്നവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു സെൻട്രൽ ഗവൺമെന്റ്, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഗൈഡ് ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാന സർക്കാരിനോടും യൂണിയൻ ടെറിട്ടറിയിലുള്ള അധികാരികളോടും ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് നോഡൽ ഓഫീസർമാരെ നിയമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും IAS ഉദ്യോഗസ്ഥന്മാരാണ് നോഡൽ ഓഫീസർമാർ. കേരളത്തിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഗവേണൻസ് ബോഡി ഉണ്ട്. ആ ബോഡി അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം ലീഡ് ചെയ്യുന്നത് 7ഓളം IAS IPS ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന ഒരു സമിതിയാണ്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് പൂർണ്ണമായും നിയമവിധേയമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അതേപോലെ ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. പുതിയ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് പകരമായി മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റ് എന്ന സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. എല്ലാ വീട്ടിലും സോപ്പ് ഉണ്ടാകും, ഇല്ലേ? വയനാട്ടിൽ തണുപ്പായതുകൊണ്ട് എല്ലാവരും കുളിക്കാറില്ല, ഡെയിലി കുളിക്കാറില്ല ഉണ്ട്. അപ്പൊ എല്ലാ വീട്ടിലും സോപ്പ് ഉണ്ടാകും. അതിന് പകരം ഇവിടെ നിന്ന് സോപ്പ് വാങ്ങിച്ചാൽ മതി. എല്ലാ വീട്ടിലും പേസ്റ്റ് ഉണ്ടാകും. അതിന് പകരം ഇവിടെ പേസ്റ്റ് വാങ്ങിച്ചാൽ മതി. എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങൾക്കായി വല്ല ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അതിന് പകരം ഹോർലിക്സിന്റെ ബൂസ്റ്റിനൊക്കെ പരസ്യം എന്താണ്? സ്ട്രോങ്ങർ ആകും, ടോളർ ആകും, ഷാർപ്പർ ആകും. ബ്രിട്ടീഷുകാർ വരുന്ന ആ സമയത്ത് 200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സാധനം ഇന്ത്യയിൽ വിൽക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും കുട്ടിയുണ്ടോ സ്ട്രോങ്ങറോ ടോളറോ ഷാർപ്പറോ ആയിട്ട്? ഇല്ല, ആരെയും കാണിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളുടെ കമ്പനി അഥവാ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാർക്കറ്റ് ചെയ്യുന്ന ന്യൂട്രി ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ് 2 മാസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് 2 മാസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റം പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അവരുടെ രോഗപ്രതിരോധ ശേഷി, അവരുടെ വളർച്ചയും, അവരുടെ അതുപോലെ ഗ്രാഹ്യശേഷിയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഏത് വീട്ടിലും ശരീരവേദനയ്ക്ക്, നിങ്ങൾ കണ്ണൂർ പറയും മേലുകയും വേദന, അങ്ങനെ പറയുന്നത് മേലുകയും വേദനയ്ക്ക് ഒരു തൈലം ഉണ്ടാകും. സർക്കാർ ഉദ്യോഗസ്ഥനും മേലുകയും വേദന വരും, കൃഷിപ്പണിക്കാരനും മേലുകയും വേദന വരും, അല്ലെ? എല്ലാവർക്കും വരും. അപ്പൊ വീട്ടിൽ തൈലം ഉണ്ടാകും. തൈലങ്ങളുടെ രാജാവ്, ചാമ്പ്യൻ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. അപ്പൊ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ടോയ്ലറ്റ് ക്ലീനർ, ഫ്ലോർ ക്ലീനർ, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ ബിസിനസ്. പിന്നെ ഞങ്ങൾ ബിസിനസ് ആയിട്ട് തുടങ്ങാൻ വേണ്ടി എല്ലാവരും പറയും, ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. ഒരു പേസ്റ്റ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം. പക്ഷെ ഒരു 6ഓ 12ഓ വാങ്ങിക്കൂ. നിങ്ങൾ ഒരു 10 ദിവസം ഉപയോഗിക്കുമ്പോൾ അതിന്റെ മാറ്റം കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും കൊടുക്കാനുള്ള പ്രോഡക്റ്റ് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യൂ. ഇത്ര മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് വാങ്ങിച്ച് തുടങ്ങാൻ കഴിയുന്ന ബിസിനസ്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്ന് തിരിച്ചറിയുക, നഷ്ടമൊന്നുമില്ല എന്ന് തിരിച്ചറിയുക. അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബിസിനസ് ശരിയായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അറിയാത്ത കുറെ കാര്യം ആരോടെങ്കിലും പറഞ്ഞു ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ സഹായിക്കാൻ ലീഡർമാരുണ്ടാകും. അവരെല്ലാ അർത്ഥത്തിലും നിങ്ങളെ സഹായിക്കും. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ പതുക്കെ നമുക്ക് ടീം ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ആദ്യം വരുമാനം ഒരുപക്ഷെ ഈ നെറ്റ്വർക്ക് ചെറുതായതുകൊണ്ട് ചെറിയ വരുമാനമായിരിക്കും. പതുക്കെ നിങ്ങൾക്കറിയാവുന്ന കുറെ പേര്, നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ബിസിനസ്സിൽ നിന്ന് വലിയ നേട്ടങ്ങൾ കിട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ആ ഘട്ടം ഇങ്ങനെ നമുക്ക് പറയാം, നിങ്ങൾ പോലും അറിയാത്തവർ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാകുന്ന ഒരു സമയം വരും. ആ സമയം മുതലാണ് നിങ്ങളുടെ യഥാർത്ഥ സമയം തുടങ്ങുന്നത്. അവിടെ നമ്മോട്ടേക്ക് നിങ്ങൾ
നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല. ഞാനിപ്പോൾ ഇതിനോട് വന്ന് സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഗ്രേറ്റ് പവർഫുൾ ലീഡേഴ്സ് ആണ്. അവരുള്ളതുകൊണ്ട് എനിക്കൊന്നും ഭയപ്പെടാനില്ല. യഥാർത്ഥത്തിൽ വയനാട് എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ ഒരു ഫ്രാഞ്ചൈസി പോലെയാണ്, ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റ് പോലെയാണ്. ഇവിടെ ആവശ്യത്തിന് മാനേജർമാരുണ്ട്, ഇവിടെ ആവശ്യത്തിന് അതിനുള്ള സംവിധാനമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു ട്രഡീഷണൽ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് തല വേദനിക്കുന്ന കാര്യമില്ല. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുപോലെ നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ നെറ്റ്വർക്കും വലുതാണ്. ആ സമയമാണ്, അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതിനുവേണ്ടി ഇന്ന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ഇന്ന് തുടക്കം കുറിക്കാൻ ഏറ്റവും മെച്ചപ്പെട്ട ദിവസമാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു റംസാൻ മാസമാണ്. റംസാൻ മാസം എല്ലാത്തിനും തുടക്കം കുറിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല മാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിശുദ്ധ ഖുർആൻ ലോകത്തിലേക്ക് അവതരിപ്പിച്ച, അതിന് തുടക്കം കുറിച്ച ഒരു മാസമാണ് റംസാൻ മാസമെങ്കിൽ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാസമാണ് റംസാൻ മാസം. അതുകൊണ്ട് ഈ മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ഇന്ന് തന്നെ ആരംഭിക്കുക എന്നുള്ളത്. ഇത് കൂടാതെ വസന്തത്തെ വരവേൽക്കുന്ന ഏറ്റവും മികച്ച ദിവസമാണ് ഇന്ന്, ഹോളി, വർണ്ണങ്ങളുടെ ദിവസം. ജീവിതത്തിൽ വലിയ വർണ്ണങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന മൈ ലൈഫ് സ്റ്റൈലിന്റെ ആരംഭത്തിന് ഏറ്റവും മികച്ച ദിവസമാണ് ഇന്ന് എന്ന് മനസ്സിലാക്കിയിട്ട് വ്യക്തികൾ നിങ്ങളെ വിളിച്ചവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുക എന്നതാണ്. അവരുടെ ജീവിതത്തിൽ വലിയൊരു അവസരം കിട്ടി, അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനുള്ള അവസരം കിട്ടി. ആ അവസരത്തിൽ അവരുടെ ജീവിതം മാറുമ്പോൾ അവരോടൊപ്പം ജീവിതം മാറേണ്ട ഒരു വ്യക്തിയായി നിങ്ങളെ കൂടി കണ്ടതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് അവർ ക്ഷണിച്ചത് മനസ്സിലാക്കിയിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ബന്ധുവിന്റെ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് പോയി എന്ന് വിചാരിക്കൂ. ആ ഉദ്ഘാടനത്തിന് പോയാൽ നിങ്ങൾ വെറും കൈയോടെ തിരിച്ചു പോകില്ല. ആ കടയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഇതെല്ലാം നന്നായി വരട്ടെ എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് നിങ്ങൾ തിരിച്ചു പോകുള്ളൂ. ശരിയല്ലേ? നിങ്ങളുടെ സുഹൃത്ത് ബന്ധു നിങ്ങളെ വിളിച്ചു, അദ്ദേഹത്തിന്റെ ഒരു കടയുടെ ഉദ്ഘാടനത്തിനാണ് വിളിച്ചതെന്ന് വിചാരിക്കൂ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഉൽപ്പന്നങ്ങൾ, 100 ചില്ലാനം പ്രോഡക്റ്റുകളുണ്ട്, അതിൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ സെലക്ട് ചെയ്ത് അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഇത് വീട്ടിലേക്ക് തിരിച്ചു പോകൂ. അത് കേവലം ഒരു സാധനം വാങ്ങിക്കാനല്ല, നിങ്ങളുടെ തലമുറയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു തീരുമാനമായിരിക്കുമെന്നുള്ള തർക്കവുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മൈ ലൈഫ് സ്റ്റൈലിൽ വന്ന എല്ലാവരും ചിലപ്പോൾ വിജയിക്കണമെന്നില്ല. വിജയിക്കാൻ രണ്ട് ക്വാളിറ്റീസ് കൂടി ആവശ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ജീവിതത്തിൽ വിജയിക്കണമെന്ന അതിയായ ഒരു ആഗ്രഹം, ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി പണിയെടുക്കാൻ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ, ഒരു ടീമിനോടൊപ്പം പ്രവർത്തിക്കാൻ ഒരു മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ മൈ ലൈഫ് സ്റ്റൈലിൽ എന്തെല്ലാം അച്ചീവ്മെന്റ് ഉണ്ടോ അതെല്ലാം കീഴടക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറിയിരിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. മൈ ലൈഫ് സ്റ്റൈലിൽ വിജയിച്ച ആളുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ മനോഹരമാണ്. അത് മനോഹരമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ കോർഡിനേഷൻ ടീമിനെ, പ്രത്യേകിച്ചും സന്തോഷ് സാറിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒപ്പം ഇന്ന് മാസ്റ്റർ ഓഫ് സെറമണി ചെയ്തിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ സംഗീത മേഡത്തിന്റെ എല്ലാ വിധത്തിലുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇന്ന് ഈ ബിസിനസ്